ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പഴം പൊരിക്കാണ്. ഇങ്ങനെ ഒരു പഴം പൊരിങ്ങ ഉണ്ടായിക്കാണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനതാ അരക്കപ്പ് മൈദ എടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഓൻ പറയുന്നുണ്ട് എന്താ കോഴിമുട്ടയുടെ തോലായിക്കിടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വീഡിയോസിലും കേൾക്കണില്ലല്ലേ. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം? ആദ്യമായിട്ട് കാണുന്നതാണ്. നീ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ. അതിന് ശേഷം അതിക്ക് കുറച്ച് പാൽ ഒഴിക്കണേ. കുറച്ചാണ് ഇപ്പോൾ തുള്ളി വെച്ചിരിക്കണേ. ആ പൊടി കലങ്ങാൻ വേണ്ടിയിട്ടുള്ള പാൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ല, അത്യാവശ്യത്തിൽ ഉപ്പ്, അതിക്ക് നുള്ളി ഉപ്പിട്ടായിട്ടാണ് പഞ്ചസാര ഇടുന്നതല്ലേ. അപ്പോൾ അതിക്ക് കുറച്ച് ഉപ്പിട്ടായി. ഇതെന്തൊക്കെ വിശേഷങ്ങൾ? ഇങ്ങനെ നാട്ടിൽ വീട്ടിലെ വിശേഷങ്ങൾ. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ 2 ആഴ്ചത്തോളമായി മഴ പെയ്തിട്ടില്ലേ നമ്മുടെ നാട്ടിൽ. എന്നിട്ട് എന്തൊക്കെ എന്തെങ്കിലും വീഡിയോസ് ഫുള്ളായി കാണുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക. എന്താല്ലേ അപ്പം നിങ്ങളൊക്കെ വിചാരം ഉണ്ടാവും ഓൾ വലുതായിട്ട് ഇപ്പം എന്താ നമുക്ക് കാര്യം. വീഡിയോസ് ഫുള്ളായി സ്ലിപ്പ് ചെയ്യാതെ കാണുക. അതിതാ അതിൻ്റെ മറ്റേ അടുപ്പത്ത് കയ്പങ്ങ ഉപ്പേരിയാണ്. അതിക്ക് കയ്പില്ലായിരിക്കാൻ വേണ്ടി മഞ്ഞൾ, മുളക് പൊടി ഒക്കെ എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ആ പഴങ്ങളില്ലേ അത് അതിൽ അല്ല, പഴങ്ങൾ ആദ്യം നമ്മൾ കലക്കിയ ചപ്പല്ലേ, ആദ്യം പഴങ്ങൾ ഇങ്ങനെ നെത്തി വെക്കുക. അതിന് ശേഷം നമുക്ക് അപ്പം ചുട്ട് ദോശ ഇടണേ. ഓൻ ചെയ്യാണ്. ഓനുണ്ടെങ്കിൽ ഓനൊക്കെ എന്തിനേയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓനിക്കുമ്പോൾ തോണി ഓനെല്ലാവരും കൂടും. പക്ഷെ എന്താ അവസാനം കഴിക്കാൻ നിന്നില്ല. അപ്പോൾ എനിക്ക് രാത്രി ഉണ്ടാക്കണേ. അപ്പോൾ ഉറക്കം വരികയാണ്. അപ്പോൾ അങ്ങനെ പോയി. അങ്ങനെ ഒരു പുറമായപ്പോൾ ഇനി മറ്റേ പുറന്ന് മറിച്ചിടാം. ഇതെന്നറിയാം, കനല്ലാതെ നുറുക്കാണ്ടില്ലേ, അത് കുറച്ച് കന അധികമായിരിക്കും സംശയമുണ്ട്. അപ്പോൾ നല്ല കനല്ലാതെ ചെത്തിയതായാലേ ഉള്ളൂ നമുക്ക് പിന്നെ അത് പുല്ലിങ്ങ് റെഡിയാകുള്ളൂ. അല്ലെങ്കിൽ അവിടെ കിണറ്റിൽ നിൽക്കും. എന്തെങ്കിലും ആരും വീഡിയോസ് കാണാത്തപ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. സങ്കടമുണ്ട് പക്ഷെ ഇല്ലെങ്കിൽ ഇല്ല. അത് പഠിച്ചവനല്ലേ അല്ലേ. പഠിച്ചു നമുക്ക് വിജയം നൽകാൻ കരുതിയ നിമിഷം പോരെ നമുക്ക്. എല്ലാവർക്കും അസൂയൊക്കെ അറിയില്ലേ. എന്താ ഓള് വിജയിച്ചിട്ടിപ്പോൾ എന്താ നമുക്ക് കാര്യം. അങ്ങനെ മനസ്സിൽ കരുതരുത്. നല്ലപോലെ മനസ്സിൽ കരുതി വീഡിയോസ് ഫുള്ളായി കാണുക, സെൽഫി ചെയ്യാതെ കാണുക. അതിന് ശേഷം അത് വെന്ത ശേഷം അത് നമ്മളത് പാത്രത്തിലേക്ക് എടുത്തിട്ടാണ് ഓനിക്ക് എസ്തായിട്ട് സ്റ്റൂളുമ്പോൾ കയറിക്കുകയാണ്. കണി സ്റ്റൂളുമ്പോൾ കയറിക്കണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ് ശരിയാക്കുകയാണ്. അതിക്കിതാ തേങ്ങ ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ ഏലക്കായ ഉണ്ട്. ആ മൂന്നും പാടെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച്, നെയ്യാണെങ്കിൽ നെയ്യും വന്നിട്ടില്ലേ. നമ്മൾ പറയാൻ മറന്ന് നമ്മൾ പഴം ഇതാക്കൂലേ, അപ്പോൾ ഈ നെയ്യ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതിൽ പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് എന്താ അങ്ങനെ അത് റെഡിയാക്കണം. ഇപ്പോൾ ചൂടായി. അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി നമുക്ക് എന്താ ആ ചട്ടിയിൽ തന്നെ കഴുകൊന്നും വേണ്ടിട്ടില്ല. ഈ തേങ്ങയൊക്കെ അല്ലേ, കഴുകും വേണ്ട. അതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതാക്കുമ്പോൾ നമ്മൾ മൈദ കലക്കി വെച്ചിരുന്നില്ലേ അത് അതിക്കൊന്ന് പാര്. അങ്ങനെ മൈദ ഒന്ന് നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇതാക്കി നല്ലോണം പരത്തി വരണല്ലോ. കനല്ലാതെ പരത്തി ഉണ്ടാക്കണേ, എന്നാലേ ഉള്ളൂ അത് ശരിയായി വരുള്ളൂ. ഞങ്ങൾക്ക് എന്താ മറിച്ചിടാം നമുക്ക്.
അവിടെ പൊന്തി തന്നെയില്ല മുളകിട്ടിട്ടാക്കാരം അങ്ങനെ പൊന്തി തന്നെയില്ലേ. ഇതെന്തൊക്കെ വിശേഷങ്ങൾ, നാട്ടിലെല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെ? എന്ത് വിശേഷമില്ലേ, എല്ലാവർക്കും ചിലർക്ക് ദുഃഖം ഉണ്ടാവും, ചിലർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ചിലർക്ക് രണ്ടും പാടുണ്ടാവും. അങ്ങനെ ഇതാ നമ്മളെ എന്താ ശേഷം ഇതാ നമ്മൾ പഴം പൊരിച്ചയില്ലേ, അത് ചെറുങ്ങനെ നീളത്തിൽ അങ്ങനെ വെക്കുക. ഓൻ്റെ കുക്കിംഗ് ആയിട്ടില്ല ഇന്നത്തെ കുക്കിംഗ് ഓൻ്റെ. അതിന് എനിക്ക് ലൈക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ ഓൻ തിന്നപ്പത്തിന് ഓനക്ക് ഉറക്കം വന്നിട്ട് ഓന് പോയി. രാത്രിക്ക് ഉണ്ടാക്കിയിരുന്നു ഞാൻ എന്തൊക്കെ ഫില്ലിങ്ങില്ലേ, തേങ്ങയും അണ്ടിപ്പരിപ്പും ഏലക്കായും പാടെ അത് നമുക്ക് കഴിക്കുന്ന ഇടുക. ചെലവിൽ എഴുതും ഓളിന്ന് തോൽപ്പിക്കാന്ന് എഴുതിയതാണ്. പക്ഷേ ആര് തോൽപ്പിച്ചാലും പഠിച്ചൊന്നും തോൽപ്പിക്കാതിരുന്ന നമുക്ക് കുഴപ്പമില്ല. അതിന് ശേഷം ഇതാ ഒക്കെ റെഡി ആക്കണ്ടാ. അപ്പം ഇനി നമുക്കതൊന്ന് മടക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനെന്താ എന്തിനാ ആ തേങ്ങ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇതിടാം. ഇനി നമുക്കത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതാ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടിയും പാടെ ബാക്കിയുള്ള ഫില്ലിങ് ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചുമ വന്ന് കണ്ടില്ലേ, നല്ല അടിപൊളിയായി, നല്ല നേരം അയക്കണ. അപ്പം സൂപ്പർ അയക്കണേ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂളിൽ തരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ നല്ല വിശപ്പിൻ്റെ സമയമല്ല. കാരണം പല കുട്ടികൾക്ക് നല്ല വലിയവർക്കും പറ്റൂലേ. അങ്ങനെ കഴിച്ചു നോക്കുക, കുഴപ്പമില്ല, സൂപ്പറാണ്. ഇടയ്ക്കൂടി ചുമ ഉണ്ട്. പിന്നെന്താ നോക്കണേ, അടിപൊളി സൂപ്പർ. അതിൻ്റെ തേങ്ങയും പഞ്ചസാരയും എല്ലാം നമ്മുടെ ഒന്ന് ഫ്രൈ വെച്ച് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. പിന്നെന്താ ബാക്കിയുള്ളവരല്ല പൊരിക്കാത്ത കേട്ടോ. പാമ്പാട് ഇങ്ങനെ ബാക്കിയുള്ള ഫില്ലിങ്ങിലിട്ട് കഴിച്ചു നോക്കിയത് എങ്ങനെയുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്, കുഴപ്പമില്ല. തേങ്ങയും പഞ്ചസാരയും ആ ഏലക്കായും അണ്ടിപ്പരിപ്പാടെ എന്നാൽ കടിച്ചാണ്ടല്ലോ നല്ല അടിപൊളിയാണ്. പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.